കഴിഞ്ഞ 2 തവണകളിലായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനെ സ്വാധീനിച്ച ചില ആശയ സംഹിതകൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവയ്ക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. നിരവധി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അടിസ്ഥാനപരമായ എല്ലാ ആശയ സംഹിതകളും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനോട് വിമർശനപരമായ നിലപാടുകൾ സ്വീകരിച്ചവയായിരുന്നു. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നത് എന്ത് സമീപനമാണ് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. അതിൽ ലിബറൽ സമീപനങ്ങൾ മുതൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സമീപനങ്ങൾ വരെയുള്ള ഒരു വലിയൊരു വ്യത്യസ്തത, വലിയൊരു സ്പെക്ട്രം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊരു ഘടനയാണ് അക്കാലത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതും ദേശീയവാദികൾക്കിടയിലുണ്ടായിരുന്നതും. അതിൽ തന്നെ ലിബറലുകൾ എന്നൊക്കെ വിളിക്കാവുന്ന അംബേദ്കറിനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഇ.വി. രാമസ്വാമി നായ്ക്കർ പോലെയുള്ളവർ ഒരുപക്ഷെ ബ്രിട്ടീഷ് ഭരണകൂടത്തെക്കാൾ വലിയ ശത്രുവായി കണ്ടിരുന്നതും ഇന്ത്യക്കകത്തുള്ള ജാതി നാടുവാഴിത്തത്തെയാണ്. അല്ലെങ്കിൽ അവർ ബ്രാഹ്മണാധിപത്യം എന്ന് വിളിച്ചിരുന്ന പ്രവണതകളെയാണ്. അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനോടൊപ്പം തന്നെ അവരുടെ മുഖ്യ ശത്രുക്കളായി അവർ കണ്ടിരുന്നത് അക്കാലത്തെ ജന്മിത്വത്തെയും മുതലാളിത്തത്തെയുമാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിത്തം വേണമെന്നുള്ളതിനെക്കുറിച്ചും അതിനോടുള്ള നിലപാടുകളെക്കുറിച്ചൊന്നും വലിയ ആശയപരമായ ഭിന്നതകൾ അവർ തമ്മിലില്ലായിരുന്നു. പക്ഷേ ഇതേ സമയം തന്നെയാണ് മറ്റൊരു തരത്തിലുള്ളൊരു ദേശീയത ഇക്കാലത്ത് വളർന്നു വരുന്നത്. ഈ ദേശീയത എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്തിനെ എതിർക്കണം എന്നുള്ളത് മാത്രമല്ല അതിൽ പ്രധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സമൂഹം എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനുമായിരുന്നില്ല. അതിന് പകരം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വർഗീയത വളർന്നു വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിസവും പാകിസ്ഥാനിലേക്ക് നയിച്ച ഇസ്ലാമിസവും വളർന്നു വരുന്നത് ഇതേ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ്. ഇതിന് ചില വേരുകൾ നമുക്ക് യൂറോപ്യൻ ദേശീയതയിലും സാർവദേശീയ തലത്തിൽ മറ്റ് സ്ഥലങ്ങളിലുണ്ടായി വരുന്ന ദേശീയ പ്രസ്ഥാനങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു വേര് എന്ന് പറയുന്നത് യൂറോപ്പിലെ യങ് ഇറ്റലി, യങ് ജർമ്മനി, യങ് പോളണ്ട് മുതലായിട്ടുള്ള വ്യത്യസ്ത ദേശീയവാദികളുടെ കൂട്ടായ്മകൾ അവർ ഉയർത്തിപ്പിടിച്ച ദേശീയതയുടെ ഒരു രൂപമാണ്. അവിടെ അവർക്ക് നേരിടാനുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊളോണിയൽ ആധിപത്യമല്ല. അവർ യഥാർത്ഥത്തിൽ ജന്മി നാടുവാഴിത്തത്തിനെതിരെയോ അതുപോലെ തന്നെ മുതലാളിത്തത്തിനെതിരെയോ പോരാടിയ ആളുകളുമല്ല. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ അവരുടെ ഇടയിൽ ഉണ്ടായി വന്ന ദേശീയതയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്നുള്ളതിനേക്കാൾ പ്രധാനമായിട്ട് വൈകാരികതയുടെ ഒരു രൂപമാണ് അതിനുണ്ടായിരുന്നത്. ഈ വൈകാരികത
ഇറ്റലിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ജർമ്മൻകാർ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടർ, ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ആളുകൾ. ഇത്തരത്തിൽ വരുമ്പോൾ ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി തുടങ്ങിയിട്ടുള്ള ആ ഒരു നിലപാട് തറയ്ക്ക് അതിന് നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ദേശസ്നേഹം അല്ലെങ്കിൽ ദേശാഭിമാനം, പേട്രിയോട്ടിസം എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഒരു നിലപാടാണ്. അതിന് പ്രത്യേകിച്ച് ഭൗതിക യാഥാർത്ഥ്യമായിട്ടൊന്നും ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. അതിന് പകരം ഇറ്റലി എന്ന് പറയുന്ന പ്രദേശത്തോടുള്ള ദേശസ്നേഹം, അവരോടുള്ള ഒരു രാജ്യസ്നേഹം, പേട്രിയോട്ടിസം എന്ന് പറയുന്നത് തികച്ചും വൈകാരികമായിട്ടുള്ളൊരു നിലപാടാണ്. ഇത്തരത്തിലുള്ള വൈകാരികമായ നിലപാടുകൾക്ക് പലപ്പോഴും പല രാഷ്ട്രങ്ങളിലും പല പ്രദേശങ്ങളിലും അതിന് മതപരതയുടെ ഒരു സ്വാധീനവും നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ടിലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥാപനം, ആംഗ്ലിക്കൻ പള്ളി എന്ന് വിളിക്കുന്ന സ്ഥാപനത്തിന് ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ച വരെയുള്ള ഘട്ടങ്ങളിൽ മുഴുവനും ബ്രിട്ടനിലെ ദേശീയതയെ നിർണയിച്ചിരുന്നത് പള്ളിയുടെ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു തരത്തിലുള്ള മതപരമായ ഒരു ഏകീകരണം, ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. എവാഞ്ചലിസം എന്ന് വിളിക്കുന്ന ചിന്താപദ്ധതി. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് അക്കാലത്ത് ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്ന മിഷണറിമാരുടെ ഇടയിലും ഈ ഇവാഞ്ചലിക്കൽ തോട്ടിൻ്റെ ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. കേരളത്തിൽ വന്നിട്ടുള്ള ലണ്ടൻ മിഷൻ സൊസൈറ്റി, CMS മുതലായിട്ടുള്ള സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള എവാഞ്ചലിക്കൽ മിഷണറിമാരായിരുന്നു അവർ. അവരർത്ഥത്തിൽ പറഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് മതത്തിനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളത് കൂടിയായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ വരുമ്പോൾ മതപ്രചരണവും ബ്രിട്ടനിലെ ദേശീയതയുടെ പ്രചരണവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും അവർ കണക്കാക്കിയിരുന്നില്ല. ഇതേ പ്രവണതയുടെ മറ്റൊരു ഉദാഹരണമായിരുന്നു പ്രശസ്ത ഇറ്റാലിയൻ ദേശീയ വിപ്ലവകാരിയായിരുന്ന ജോസഫ് മസീനി. മസീനി തൻ്റെ യങ് ഇറ്റലി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുമ്പോൾ, യങ് ഇറ്റലി, ഇറ്റലിയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു യങ് ഇറ്റലി ഉണ്ടാക്കിയത്. അതേസമയം തന്നെ മസീനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇറ്റാലിയൻ ദേശീയത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൗതികമായ എന്തെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ആയിരുന്നില്ല. കാരണം ഇറ്റലി എന്ന പല രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യമാണ് ഇറ്റലിയുടെ പാരമ്പര്യം എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതിനു പകരം അദ്ദേഹം ഊന്നിയത് ഒന്ന് റോമാക്കാരുടെ ഒരു പാരമ്പര്യത്തിലും, റോമൻ എംപയർ എന്ന് പറയുന്നൊരു എംപയർ പണ്ട് കാലത്തുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറ്റലിക്കാർക്ക് ലോകചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു സ്ഥാനമുണ്ട് എന്ന് വാദിക്കുകയും, ആ ലോകചരിത്രത്തെ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റലിക്കാർ അവരുടെ ദേശീയമായിട്ടുള്ള ഐക്യം എന്ന് പറയുന്നത് സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ ലോകചരിത്രത്തിൽ അവരുടെ സ്ഥാനം വീണ്ടും നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് വാദിക്കുകയും ചെയ്തു. രണ്ടാമത്തെ, അതിനോടൊപ്പം തന്നെ മസീനിയുടെ നിലപാടുകളിൽ മതപരത വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ക്രിസ്തുമതം യൂറോപ്പിൽ തന്നെ ഉണ്ടായി വന്നത് ഇറ്റലിയിലാണ്. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ പാരമ്പര്യം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയെ സ്വന്തം ജന്മനാടായിട്ട് കണക്കാക്കേണ്ട ഒരു ആവശ്യവും കൂടി. ഇറ്റാലിയൻ ദേശീയത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു സാമ്രാജ്യത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. അതുകൂടാതെ ഒരു മതത്തിൻ്റെ ഓർമ്മ കൂടിയാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു സ്ഥായീഭാവമാണ്. തികച്ചും വ്യത്യസ്തമായ ചില സങ്കല്പങ്ങൾ, ചില പാരമ്പര്യങ്ങളുടെ ഓർമ്മ, മതപരത, നമ്മളിന്ന് പറയുന്ന പോലെയുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു ഏകോപനം
ഏകീഭാവം തുടങ്ങിയവയൊക്കെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ദേശീയമായിട്ടുള്ളൊരു വൈകാരികതയുടെ അടിത്തറയായി ഇത്തരത്തിലുള്ള ആളുകൾ കണ്ടിരുന്നു. അതിനെ സൈദ്ധാന്തവൽക്കരിക്കട്ട പലരും അക്കാലത്തുണ്ടായിരുന്നു. പ്രശസ്ത ചിന്തകന്മാരായിട്ടുള്ള പലരും ഇപ്പറയുന്ന നിലപാടുകളെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് നേഷൻ, ദേശം എന്ന് പറയുന്നത് അതിൽ താമസിക്കുന്ന ജനങ്ങളുടെ വൈകാരികമായ ഐക്യമാണ് എന്ന് വാദിച്ച ആളുകൾ. അതിൽ ഏണസ്റ്റ് റെന എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ മുതൽ ഇറ്റാലിയൻ ചരിത്രകാരനായിട്ടുള്ള ബെനഡിറ്റോ ക്രോച്ചെ വരെയുള്ള നിരവധി പേർ അങ്ങനെയുണ്ട്. അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ളൊരു വൈകാരികതയുടെ അടിസ്ഥാനത്തിൽ, സാംസ്കാരികമായിട്ടുള്ള അടിത്തറയുടെ അടിസ്ഥാനത്തിൽ, മതപരതയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ തന്നെ മറ്റൊരു ദേശീയതയെക്കുറിച്ചുള്ള പരികൽപ്പന മുന്നോട്ട് വെച്ചു. അത് ചില സ്ഥലങ്ങളിൽ തീവ്രമായ രൂപങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ജർമ്മനിയിലെ നാസിസം പോലെയുള്ള പ്രവണതകൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതേ സമയം തന്നെ നമുക്ക് വേറെ ചില പ്രവണതകളും ഇക്കാലത്ത് തന്നെ കാണാം. അതിലൊന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് നമുക്ക് ജൂതന്മാരൊരു ദേശീയതയാണ് എന്നുള്ള സങ്കല്പം ഉണ്ടായി വരുന്നത്. സിയോണിസം എന്ന് പറയുന്ന നിലപാട് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് രൂപം കൊള്ളുന്നത്. അക്കാലത്ത് ജൂതന്മാരെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും താരതമ്യേന സമ്പന്നമായ ഒരു വിഭാഗമായിരുന്നു. അവർ വിദ്യാഭ്യാസം നേടിയവരായിരുന്നു. മറ്റ് പല രീതികളിലും അതത് കാലഘട്ടത്തിലെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്ന ആളുകളുമാർ. പക്ഷെ അതേസമയം തന്നെ അവരുടെ ഒരു വാദം, ഇത്തരത്തിൽ ജൂതന്മാരെന്ന് പറയുന്നൊരു ജനതയുണ്ട്, പക്ഷെ അതിനൊരു രാഷ്ട്രമില്ല, അതിനൊരു ദേശമില്ല. ഒരു രാഷ്ട്രമോ ദേശമോ ഇല്ലാത്ത ജനതയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രവും ദേശവും ഞങ്ങൾക്ക് വേണം. എങ്ങനെ? അതിന് അവരുടെ മുമ്പിലുള്ള ഏക വാദഗതി എന്ന് പറയുന്നത് ജൂത പാരമ്പര്യം മാത്രമാണ്. ഇപ്പം ജുഡായിസം ജൂത പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ദേശസങ്കല്പം, അഥവാ അക്കാലത്ത് ഇല്ലായിരുന്നൊരു ദേശസങ്കല്പം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഉണ്ടായി വരികയും അത് മേൽപ്പറഞ്ഞ അതേ ആളുകൾ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞ വൈകാരികമായ നിലപാടുകൾക്കനുസരിച്ചിട്ട് ദേശീയതയെ വ്യാഖ്യാനിച്ചവർ തന്നെ സിയോണിസത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. അത് ചരിത്രത്തിൽ നമുക്കറിയാതെ എങ്ങനെയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതേ രീതിയിൽ തന്നെ കോളനി പ്രദേശങ്ങളിൽ അഥവാ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെയോ ഫ്രഞ്ച് ആധിപത്യത്തിൻ്റെയോ കീഴിൽ കടന്നിരുന്ന പ്രദേശങ്ങളിൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ സ്വന്തം ദേശീയമായിട്ടുള്ള ഒരു അസ്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് മതത്തെ വീണ്ടും ഉപയോഗിക്കുന്ന പ്രവണത ഉണ്ടായി വന്നു. അങ്ങനെയാണ് നമുക്ക് ഇന്ന് പൊതുവിൽ സലഫിസം എന്ന് വിളിക്കുന്ന അക്കാലത്തെ ഇറാഖിയായിട്ടുള്ള അബ്ദുൽ വഹാബിൻ്റെയും പിന്നീട് അതിനുശേഷം ഈജിപ്തിൽ, യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച് പിന്നീട് ഈജിപ്തിലേക്ക് കുടിയേറിയ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മറ്റും നേതൃത്വത്തിൽ ഉള്ള ഒരു തീവ്ര ദേശീയ ഇസ്ലാമിസം 19-20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ് വളർന്നു വന്നത്. അക്കാലത്ത് അസ്വതന്ത്രമായി കിടന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കീഴിൽ കിടന്നിരുന്ന ഈജിപ്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, അപ്പോഴും ഈജിപ്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈജിപ്റ്റ് ഒരു ബ്രിട്ടീഷ് ടെറിട്ടറി തന്നെയായിരുന്നു. അവർക്കൊരു സ്വതന്ത്ര ഭരണകൂടം സൃഷ്ടിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ആ ഭരണകൂടം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മുസ്ലിം ബ്രദർഹുഡ് അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിം എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നു.
അപ്പോൾ ഈ തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസം, പിന്നീട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെട്ട നിലപാടുകൾ, അതിൽപ്പെട്ട നിരവധി ആളുകൾ, അഫ്ഗാനി അല്ലെങ്കിൽ റാഷിദ് റീദ തുടങ്ങിയിട്ടുള്ളവർ, മുഹമ്മദ് അബ്ദു, സയ്യിദ് കുത്തുബ് തുടങ്ങിയിട്ടുള്ളവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു ഇസ്ലാമിസത്തിന് വേണ്ടി വാദിക്കുകയും ആ ഇസ്ലാമിസത്തിനെ ദേശീയവാദവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാം വെറും മതം മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്, ഒരു രാഷ്ട്രമാണ് എന്നുള്ള സങ്കല്പം ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വളർന്നു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാർവദേശീയ പ്രവണതകൾ, പല സ്ഥലങ്ങളിലും പല രീതികളിൽ ഉണ്ടായി വന്നിട്ടുള്ള സാർവദേശീയ പ്രവണതകൾ, അതൊക്കെ തന്നെ ഇന്ത്യക്കാരെ സ്വാധീനിക്കുന്നതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്, അത്തരത്തിലുള്ള പ്രവണതകളുടെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ആളുകൾക്കിടയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്ത്യയുടെ പാരമ്പര്യങ്ങളൊക്കെ വീണ്ടെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രസങ്കല്പം സൃഷ്ടിക്കണം എന്നുള്ള ധാരണയിലേക്ക് നീങ്ങുന്നു. ആ ധാരണയുടെ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു ട്രാൻസിഷൻ എന്ന് വിളിക്കാം, ഒരു മനംമാറ്റം എന്നൊക്കെ വിളിക്കാം. ആ മനംമാറ്റത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റേ ജീവചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. വി.ഡി. സവർക്കർ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ്. നമ്മളിവിടെ സവർക്കറിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ഈ ട്രോളുകളിൽ നമ്മൾ മാറി ചിന്തിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. സവർക്കർ തീർച്ചയായിട്ടും അക്കാലത്തെ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഹിന്ദുത്വവാദിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വവാദം എങ്ങനെയുണ്ടായി വന്നു എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ധനഞ്ജയ് കീറിൻ്റെ ആദ്യത്തെ സവർക്കറിൻ്റെ ജീവചരിത്രം മുതൽ അടുത്ത കാലത്ത് വന്ന വിനായക് ചതുർവേദിയുടെ പുസ്തകം വരെ നിരവധി ഗ്രന്ഥങ്ങൾ സവർക്കറിനെ കുറിച്ചുണ്ട്. സവർക്കറിൻ്റെ തന്നെ രചനകൾ എല്ലാം തന്നെ കമ്പൈൽ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഹിന്ദുത്വവാദി എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് സവർക്കറിനെ എടുക്കാമെന്ന് തോന്നുന്നു. അതിലൊന്ന്, സവർക്കർ ഒരു ധനിക വാണിജ്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന സ്ഥിതിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്കുണ്ട്. ഒരുപക്ഷെ പരമ്പരാഗതമായിട്ടുള്ള അക്കാലത്തെ ഒരു ബ്രാഹ്മണ ആചാരങ്ങളൊക്കെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ട് അതുമായിട്ട് യോജിച്ചിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. എന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ജീവിത രീതി നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നിയമവിദ്യാഭ്യാസത്തിനായിട്ട് ഇംഗ്ലണ്ടിൽ പോവുകയും ബാരിസ്റ്റർ അറ്റ് ലോ എന്നുള്ള ബിരുദമെടുക്കാനായിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന റബൽ എന്ന് വിളിക്കാവുന്നൊരു സവർക്കറിൽ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. അദ്ദേഹം ഇന്ത്യ ഹൗസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ചേരുന്നു. അതിൻ്റെ തലവൻ ശ്യാംജി കൃഷ്ണവർമ്മ എന്ന് വിളിക്കുന്ന അക്കാലത്തെ ഒരു ബുദ്ധിജീവി എന്ന് വിളിക്കാവുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ഒരു വശത്തൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസം നേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനികമായിട്ടുള്ള ചിന്താപദ്ധതികളുമായിട്ട് പരിചയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സ്വഭാവം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ ദേശീയവാദികളായിട്ടുള്ള
ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ധാരാളം ചെറുപ്പക്കാർ അദ്ദേഹത്തിന് തൻ്റെ കീഴിൽ കൊണ്ടുവരാനും സാധിച്ചു. ആ സമയത്താണ് സവർക്കർ യഥാർത്ഥത്തിൽ മസീനിയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ ദേശീയ പ്രസ്ഥാനവുമായിട്ടും അക്കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുമായിട്ടും ഒക്കെ തന്നെ പരിചയപ്പെടാനിടയാവുന്നു. യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ദേശീയവാദത്തെ അതിനെ വെറും കേവലമായിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ദേശീയ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു എമോഷണലിസത്തിൻ്റെ, പേട്രിയോട്ടിസത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് അദ്ദേഹം പരിചയപ്പെടാമെന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചത് മസീനിയുടെ രചനകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നതും മസീനിയുടെ രചനകളാണ്. മസീനിയെക്കുറിച്ചൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മസീനിയുടെ രചനകൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറ്റലിയെക്കുറിച്ചുള്ള മസീനിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കേവലമായിട്ടുള്ളൊരു ഇറ്റാലിയൻ ജനതയുടെ ഒരു ഐക്യമെന്നുള്ള നിലയിലല്ല. ഇറ്റലി എന്ന് പറയുന്നത് ഒരു അതിഭൗതികമായ ചരിത്രത്തിൽ ഉടനീളം സ്ഥാനം പിടിച്ച ഒരു മഹത്തായ സംസ്കാരം എന്നുള്ള നിലയിലാണ് അദ്ദേഹം മസീനി ഇറ്റലി അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പം ഈ ഒരു ആശയം, അതായത് ദേശത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടേണ്ടത് അത് സാംസ്കാരികമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സൃഷ്ടിക്കുന്നൊരു ദേശാഭിമാനത്തിൻ്റെ, പേട്രിയോട്ടിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സൃഷ്ടിക്കുന്ന ഒരു ദേശീയ വികാരത്തിൻ്റെയും അതുപോലെ തന്നെ രാജ്യസ്നേഹത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള നിലപാടിലേക്ക് സവർക്കർ എത്തിച്ചേരുന്നു. ഈ നിലപാടാണ് പിന്നീട് തൻ്റെ ഹിന്ദുത്വം എന്ന് പറയുന്ന പ്രശസ്തമായ ലഘുലേഖയുടെ, പിന്നീട് അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു, അതിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനു മുമ്പ് ഇതുപോലെ തന്നെ പുറത്തു പോയിരുന്ന പലരും ഈ ദേശീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവർ അതേസമയം തന്നെ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ദേശീയ പ്രക്ഷോഭത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ജനതയുടെ അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. അപ്പോൾ സവർക്കർ, ഞാൻ മുമ്പ് പറഞ്ഞുള്ളൂ, സവർക്കറിൻ്റെ ഒരു വർഗ പാരമ്പര്യം തന്നെ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയെക്കുറിച്ചുള്ള എന്തെങ്കിലും മൂർത്തമായ സങ്കല്പത്തിന് പകരം വളരെ ആബ്സ്ട്രാക്റ്റായിട്ടുള്ള, വളരെ അമൂർത്തമായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്നത് എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ മുഴുവനും സവർക്കർ കണ്ടെടുത്തതെല്ലാം മുമ്പ് പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങളിൽ നിന്നായിരുന്നില്ല. ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വേരിൽ നിന്നായിരുന്നില്ല അദ്ദേഹം ഇത് കണ്ടെടുത്ത് മുഴുവനും. അതിന് പകരം ഇതൊരു നൈസർഗികമായിട്ടുള്ളൊരു വികാരമാണ്. ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് നൈസർഗികമായിട്ടുള്ള വികാരമാണ്. അത്തരത്തിലുള്ള വികാരം എന്ന് പറയുന്നത് അത് സാംസ്കാരികമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംസ്കാരവും മതവും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ബന്ധപ്പെടുന്നുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഇതാണ്. ബന്ധപ്പെടുന്നതുകൊണ്ട്, മതവും സംസ്കാരവും യഥാർത്ഥത്തിൽ ഒന്നായതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന വാക്കിൽ ഇത് രണ്ടും കൂടി കടന്നു വരുന്നു. അപ്പം നമുക്ക് കാണാം സവർക്കർ യഥാർത്ഥത്തിൽ ഒരു മെറ്റഫിസിക്കലായിട്ടുള്ള ഒരു അതിഭൗതികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അക്കാലത്ത് വളർന്നു വന്ന ദേശീയ പ്രക്ഷോഭത്തെ വ്യാഖ്യാനിക്കുകയാണ് സവർക്കർ ചെയ്യുന്നത്. എന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കാരണം അതിനു മുമ്പുണ്ടായിരുന്ന എഴുത്തുകാർ പലരും, ഉദാഹരണം പറഞ്ഞ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെ,
വേറെ രീതിയിൽ പറഞ്ഞ ടാഗോർ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നതിന് തിരിച്ചറിഞ്ഞവരാണ്. ഈ വൈവിധ്യത്തിൻ്റെ തിരിച്ചറിവാണ് വി രാമസ്വാമി നായ്ക്കരെയും അല്ലെങ്കിൽ ജ്യോതിബ ഫുലെയും പോലെയുള്ള ആളുകളെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ വൈവിധ്യം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി വന്നു? അപ്പം നമ്മളൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു വളർച്ച, അതിനൊരു ഏകീഭാവം ഉണ്ടെങ്കിൽ, വൈകാരികമായിട്ടുള്ള സത്ത ഒന്നാണെങ്കിൽ, നമുക്ക് ദേശാഭിമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏകീഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിന്ദു എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ അതിനെ കാണുന്നില്ല? എന്തുകൊണ്ട് വൈവിധ്യങ്ങൾ ഉണ്ടായി വരുന്നു? എന്തുകൊണ്ട് വൈരുദ്ധ്യം ഉണ്ടായി വരുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വീണ്ടും സവർക്കറുടെ ഉത്തരം, അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേവലമായൊരു സബ്ജക്റ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. സവർക്കർ അതിന് ഉത്തരം നൽകുന്നത് അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെ ദേശബോധ നിർമ്മിതിയിൽ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ മറ്റ് നിരവധി ആളുകളുടെ കടന്നുകയറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വാദമാണ്. അത് പിന്നീട് സവർക്കർ ഈ വാദം ആദ്യം അവതരിപ്പിക്കുന്നു, പിന്നെ പല രീതിയിൽ വിശദീകരിക്കുന്നു. അവസാനം 1962 അദ്ദേഹം എഴുതിയ ഒരു ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ ഇത് കൂടുതൽ വിശദമായി അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞൊരു സ്വദേശി വിദേശി ദ്വന്ദ്വം അതോടുകൂടി സൃഷ്ടിക്കപ്പെടുക. ഇത് ഒരുപക്ഷെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരെ വിദേശികളാണ്, അവർ ഇന്ത്യക്കാരല്ല. പക്ഷേ അക്കാലത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ ധാരാളം കെടുതികൾ ഉണ്ടായിട്ടുണ്ട്, കൊടുമകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മുമ്പ് പറഞ്ഞ പോലെ അംബേദ്കറിനെ പോലെയോ ഗോഖലയെ പോലെയുള്ള ലിബറലുകൾക്ക് തന്നെ ഇതിൻ്റെ ഒരു മറുവശം, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം, ആധുനിക ആരോഗ്യം, അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, വ്യവസായങ്ങൾ, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദേശി സ്വദേശി ദ്വന്ദ്വം എന്ന് പറയുന്ന എല്ലാ കാലത്തും അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അവിടെയാണ് സവർക്കറുടെ ഏറ്റവും ഒരു പക്ഷേ ഒരു ഇൻജീനിയസ് എന്ന് വിളിക്കാവുന്നൊരു മറുപടി ഉണ്ടായി വരുന്നത്. അതായത് അദ്ദേഹം ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെയും ആ പ്രത്യേക പ്രദേശത്തിൻ്റെ സംസ്കാരത്തെയും ചിന്താപദ്ധതിയും രാഷ്ട്രത്തെയും അതിനെയെല്ലാം കൂടി സംയോജിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഹിന്ദു എന്ന് വിളിക്കുന്നത് അതോടുകൂടി ഒരു ഭൂമിശാസ്ത്രമായി മാറുന്നു. സിന്ധുഗംഗാ സമതലം, അല്ലെങ്കിൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന ഒരു ഭൂഭാഗം. അതേസമയം തന്നെ അതൊരു രാഷ്ട്രമായി തീരുന്നു, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറുന്നു, ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഏകകമായി മാറുന്നു. ഏകം ഇന്നില്ല, പക്ഷെ പണ്ടുണ്ടായിരുന്നു എന്ന് സവർക്കർ വാദിക്കുന്നു. പണ്ടത് വ്യത്യസ്ത സാമ്രാജ്യങ്ങളിലൂടെ ഒരു ഇമ്പീരിയൽ യൂണിറ്റി എന്ന് വിളിക്കാവുന്ന, ഒരു സാമ്രാജ്യത്തെ ഐക്യം എന്ന് വിളിക്കാവുന്ന ഒരു രീതിയിലൂടെ അതുണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് മതം, അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, ഒരു വിശ്വാസ സംഹിത. ആ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് വേദകാലം മുതൽ ഇന്ന് വരെ നിലനിന്നിരുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇതിനനുസരിച്ചുള്ള രാജ്യത്തിന് സ്നേഹം എന്ന് പറയുന്ന വികാരം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതിന് വിദേശികളുമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഒരു ദീർഘമായ കഥ സവർക്കർ അവതരിപ്പിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വദേശി സമം ഒരു രാഷ്ട്രം, സമം ഒരു ഭൂമിശാസ്ത്രം, സമം ഒരു വികാരം, സമം ഹിന്ദു എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ് അതോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഭൂമിശാസ്ത്രം, രാഷ്ട്രം, വികാരം എന്ന് പറയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന ആരും
ഹിന്ദുക്കളായിട്ട് മാറുന്നു. സ്വാഭാവികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, അവരാര് എന്ന് സവർക്കർ അങ്ങനെ പറയുന്നില്ല, ഇന്ത്യയിൽ ജനിക്കാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്ത്, ഇന്ത്യയിൽ ഒരു പക്ഷെ കുടിയേറ്റക്കാരായി മാറിയ വിഭാഗമാണ്. അത്തരത്തിലുള്ള ആളുകൾ അവരെല്ലാവരും വിദേശികളുമാണ്. അപ്പോൾ ഈ വിദേശികളിൽ ഏറ്റവും പ്രധാനമായി ഈ വിദേശികളുടെ ഒരു സൂചകം എന്ന് വിളിക്കുന്നത് അവരുടെ മതവിശ്വാസം തന്നെയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതവിശ്വാസം, മതപരത എന്ന് പറയുന്നത് സ്വദേശിയും വിദേശിയും വേർതിരിക്കുന്നൊരു ഘടകമായി തീരുന്നു. മതപരത എന്ന് വിളിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും ഉള്ള ധാരണയായി തീരുന്നു. വിദേശിയെ വേർതിരിക്കാനും പുറന്തള്ളാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരളവുകോലായി മാറും. അങ്ങനെ ഒരു അളവുകോലായിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നൊരു ദേശീയത എന്ന് വിളിക്കുന്നത്, മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മസീനിയുടെയും മറ്റും സങ്കല്പങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പം അത്തരത്തിലുള്ള ദേശീയത എന്ന് വിളിക്കുന്നത് അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് സവർക്കർ വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സവർക്കറിൻ്റെ ഈ ചിന്താപദ്ധതിക്ക്, അത് ഈ രൂപത്തിലല്ലെങ്കിലും മറ്റ് പലരും ഇത് തന്നെ വാദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള R.K. മുഖർജിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലും UN ഘോഷാലിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട്, ഒരുപക്ഷെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ആണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ രൂപങ്ങളൊക്കെ തന്നെ നേരത്തെ വന്നു കഴിഞ്ഞിരുന്ന ഭാരതീയ വിദ്യാഭവൻ്റെ R.C. മജുംദാർ എഡിറ്റ് ചെയ്ത ഇന്ത്യ ചരിത്രത്തിലും ഈ പറയുന്നൊരാശയം വീണ്ടും അത് കൃത്യമായിട്ട് കൂടുതൽ വിവരങ്ങളോടുകൂടി, വിശദീകരണങ്ങളോടുകൂടി ആവർത്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തരം കടമെടുപ്പ് അവിടെ നടക്കുന്നു. ആ കടമെടുപ്പ് ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തെ തകർത്തവരാണ്. ഇപ്പോൾ റോമാ സാമ്രാജ്യം പോലൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൈനക്കാരെ പോലുള്ള പാരമ്പര്യം ഇന്ത്യക്കുണ്ടെങ്കിൽ, ഇത് തകർത്തതാരാണ് എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അതിനുള്ള മറുപടി നൽകുന്നത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ. സവർക്കർ തൻ്റെ ആദ്യ രചനകൾ നടത്തിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയാണ് വിൻസെൻ്റ് സ്മിത്തിൻ്റെ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പുറത്തു വരുന്നത് 1919. ഈ ചരിത്രത്തിൽ, ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് ആര്യന്മാരുടെ ഇന്ത്യൻ ആക്രമണത്തോടു കൂടിയാണ്. അതിനുശേഷം ഒരു വൈദിക യുഗവും ഒരു ഇതിഹാസ പുരാണ യുഗവും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം മൗര്യ ഗുപ്ത സാമ്രാജ്യങ്ങളുടേതായ ഒരു കാലഘട്ടം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നീട് മുസ്ലിങ്ങളുടെ ആക്രമണത്തിന് ശേഷം ഈ പറയുന്ന പ്രാചീന സംസ്കൃതിയുടെ ഒരു തകർച്ചയും, അത് നേരത്തെ തന്നെ ജെയിംസ് മിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, മറ്റു പലരും വീണ്ടും ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്മിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അതും പറയുന്നു. അപ്പോൾ സ്മിത്തിൻ്റെ പുസ്തകം ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രരചനയുടെ ഒരു ഉൽപ്പന്നമാണ്. പക്ഷേ വളരെ വിചിത്രമാണെന്ന് പറയട്ടെ, ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ചരിത്രരചനയുടെ ഉൽപ്പന്നം അതേ സംഗതി തന്നെ ഇന്ത്യയിലുള്ള ഹിന്ദുത്വവാദികൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു വിഭവസാമഗ്രിയായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇക്കാലത്തുണ്ടായത്. അതായത് സവർക്കറിൻ്റെ വാദത്തെ സ്മിത്തും കൂട്ടരും കൂടി ന്യായീകരിച്ചു എന്ന് പറയും. ആരാണ് ഇന്ത്യയുടെ ഈ പ്രാചീന സംസ്കൃതിയെ തകർത്തത്? അത് മുസ്ലിം ആക്രമണങ്ങൾക്ക് ശേഷമാണ്. ആരാണ് ഇന്ത്യയുടെ ഈ പറയുന്ന സയൻസിൻ്റെയും അല്ലെങ്കിൽ സൈദ്ധാന്തികവുമായിട്ടുള്ള വളർച്ചയൊക്കെ തന്നെ ഇല്ലാതാക്കിയത്? മുസ്ലിം ആക്രമണങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിനകത്തു തന്നെ, പുറത്തു നിന്നല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തിനകത്തു തന്നെ
പുറത്തുനിന്ന് വിദേശികളുണ്ട്, പലരും ആക്രമിക്കുന്നുണ്ട്, പലരും ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്, കീഴടക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ട് ഇന്ത്യയുടെ പാരമ്പര്യത്തിനകത്ത് തന്നെ ഒരു ദ്വന്ദ്വം രൂപപ്പെടുകയാണ്. ആ ദ്വന്ദ്വം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രാക്തന സമൂഹമായിട്ടുള്ള ഹിന്ദുക്കളും അതുപോലെ തന്നെ ഇവിടെ തന്നെ താമസിക്കുന്ന ഈ പറയുന്ന ഹിന്ദു സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ള മറ്റു മതക്കാരും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും. അത് സവർക്കർ പറയുന്നത് അദ്ദേഹം നേരിട്ട് മുസ്ലിങ്ങൾ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങളിലുള്ള, മറ്റ് പ്രദേശങ്ങളിലുള്ള ദേവതകളെ ആരാധിക്കുന്നവർ, അതാരുമാകാം. അപ്പം അങ്ങനെയുള്ള മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് ഇതിനെ കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ മൊത്തം ഈ വൈരുദ്ധ്യങ്ങളുടെ ഘടന തന്നെ അവിടെ മാറുകയാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ജന്മിവിരുദ്ധ പോരാട്ടം, ബ്രാഹ്മണ വിരുദ്ധ പോരാട്ടം, മുതലാളിത്ത വിരുദ്ധ പോരാട്ടം തുടങ്ങിയ അക്കാലത്തെ ലിബറൽ മുതൽ സോഷ്യലിസ്റ്റുകൾ വരെ വന്നിട്ട് കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭൂമികയിൽ നിന്ന് അങ്ങനെ തന്നെ ഇത് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു പ്രാക്തന സംസ്കാരത്തിൻ്റെ, വൈദിക കാലഘട്ടത്തിൻ്റെ നിലനിന്നിരുന്നൊരു സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പുറത്തു നിന്ന് വന്ന് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അതോടുകൂടി ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഹിന്ദു എന്ന് വിളിക്കുന്നതിന് അതിന് സാംസ്കാരികവും മതപരവും അനുഷ്ഠാനപരവും വിശ്വാസപരവും വൈകാരികവുമായിട്ടുള്ള തലം അതോടുകൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ ഈ സവർക്കറിനെ ഇത്തരത്തിൽ പറയാനുള്ള കാരണം ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള സൈദ്ധാന്തികൻ സവർക്കറാണ് എന്നുള്ളതുകൊണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതിനൊക്കെ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതാണ്. എന്ന് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഇതിൽ പൂർണ്ണമായി ഇത് അംഗീകരിച്ച് വന്നിരുന്നൊരു വിഭാഗം, ഒരു സംഘടന, ഹിന്ദു മഹാസഭ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളർന്നു വന്നതും ഈ പറയുന്ന ഒരു ആശയത്തിൻ്റെ പ്രചരണത്തിന് വൻതോതിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മൾ ദേശീയതയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ മറ്റൊരു ധാരണ, ഒരു അമൂർത്ത സങ്കല്പം, യഥാർത്ഥത്തിൽ മുഴുവനും ഏതാണ്ട് കേവലമായിട്ടുള്ളൊരു അമൂർത്ത സങ്കല്പത്തിലേക്ക്, ആ അമൂർത്ത സങ്കല്പം എന്ന് പറയുന്നത് ചരിത്രത്തെ മാത്രമല്ല ഇന്ത്യൻ സംസ്കാരത്തെയും വൈകാരികതയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ തന്നെ ഒരു പ്രത്യേക ദേശീയ വികാരത്തിൻ്റെതായ ഒരു സങ്കല്പത്തിൽ കേന്ദ്രീകരിക്കുകയും അതുവഴി ഒരു രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതോടുകൂടി ഉണ്ടായി വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹിന്ദു മിത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ ചില പണ്ഡിതന്മാർ ആര്യൻ മിത്ത് എങ്ങനെയാണ് നാസിസത്തിനെ വളർത്തിയത് എന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹിന്ദു മിത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ ദേശീയ ബോധത്തെയും വികാരത്തെയും സ്വാധീനിക്കുന്ന അമൂർത്തമായ അതിഭൗതികമായ മറ്റൊരു സത്തയായി യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ സവർക്കറിനും അതിനുശേഷം ഉണ്ടായി വന്നിട്ടുള്ള മാറ്റങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടുകൂടി യഥാർത്ഥത്തിൽ ദേശീയതയെക്കുറിച്ച് അതുവരെ നിലനിന്നിരുന്ന നിലപാടുകളിൽ നിന്നൊക്കെ ഭിന്നവും വിരുദ്ധവുമായ മറ്റൊരു നിലപാട് അതോടുകൂടി ഉണ്ടായി വരികയാണ്. ആ ഹിന്ദു മിത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പോലും, കാരണം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു കൂട്ടരല്ല, ഇവിടെ സ്ഥിര താമസക്കാരല്ല. അവർ വരുന്നു, ഭരിക്കുന്നു, പോകുന്നു, അവരെ മാറ്റണം, അതിനെപ്പറ്റിയൊന്നും ചിലപ്പോൾ തർക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം തന്നെ അതിനേക്കാൾ ശക്തരായിട്ട് ഇന്ത്യയിൽ വരികയും നിലനിൽക്കുകയും താമസിക്കുകയും ചെയ്ത ആളുകൾ, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ താമസിച്ചില്ലെങ്കിലും ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുണ്ട്, മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്, അപ്പോൾ മറ്റു രാഷ്ട്രങ്ങളുടെ ആളുകൾ, പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ മുഴുവനും ഈ ഹിന്ദു മിത്തിൻ്റെ
അടിസ്ഥാനത്തിൽ അത് മുഴുവനും പുറന്തള്ളപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് സവർക്കർ മുന്നോട്ട് വയ്ക്കുന്നു. ഹിന്ദുമത്തിനെ അംഗീകരിക്കുന്ന ആർക്കും ഇന്ത്യയിൽ തുടരാമെന്നും അദ്ദേഹം പറയും. ആ കൂടി വേണ്ട മറ്റുള്ള വിഭാഗങ്ങൾ ഹിന്ദുമിത്തിനെ അംഗീകരിക്കുക എന്നുള്ളത്. ഹിന്ദുമിത്ത് എന്ന് പറയുന്ന പദപ്രയോഗം സവർക്കറിൻ്റെതല്ല, അത് ഞാനിവിടെ കൂട്ടിച്ചേർത്തൊരു വാക്ക് മാത്രമാണ്. പക്ഷേ അത് സവർക്കറിൻ്റെ പ്രയോഗത്തിൽ വളരെ ക്ലിയറാണ്. ഹിന്ദുത്വം എന്നൊക്കെ പറയുമ്പോൾ ക്ലിയറാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ആർക്കും ഇവർക്ക് ഇന്ത്യയിൽ തന്നെ തുടരാം എന്നും അദ്ദേഹം സൂചിപ്പിക്കും. അതോടുകൂടി മറ്റൊരു തരത്തിലുള്ള ആശയസംഹിത രൂപപ്പെട്ടു വരികയാണ്. ആശയസംഹിത എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്.